നിങ്ങളുടെ ഫോണിൽ iOS 26 അപ്ഡേറ്റ് ചെയ്യാൻ പോവല്ലേ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കാരണം എങ്ങനെയാണ് കറക്റ്റായിട്ട് iOS എന്ന് പറഞ്ഞ അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിൽ ചെയ്യേണ്ടത്, എങ്ങനെ ഈ ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ ബഗ് മാക്സിമം കുറച്ച് നല്ല പെർഫോമൻസ് ഡിവൈസിന് ലഭിക്കും, അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റ് ചെയ്താൽ ഡിസ്പ്ലേ അടിച്ചു പോകുമോ, അങ്ങനെ കുറേയധികം ഡൗട്ട് ഉണ്ടാവും. ഈ എല്ലാ ഡൗട്ടും മാക്സിമം ഈ ഒറ്റ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വീഡിയോ കാണുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ജെബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ബാക്കപ്പ് യുവർ ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ഐഫോണിൽ ഈ പറയുന്ന കുറേയധികം ഫോട്ടോസും ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും ഉണ്ടാകും. അത് എപ്പോഴും ബാക്കപ്പ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് രണ്ട് മെത്തേഡിൽ ബാക്കപ്പ് ചെയ്യാം. ഒന്ന്, നമ്മുടെ ഡിവൈസിൽ തന്നെയുള്ള ഐക്ലൗഡ് യൂസ് ചെയ്തുകൊണ്ട് ബാക്കപ്പ് ചെയ്യാം. രണ്ടാമത്തത്, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഐട്യൂൺസോ അല്ലെങ്കിൽ മാക് അല്ലെങ്കിൽ ഫൈൻഡറോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തിനാ അപ്ഡേറ്റ് ചെയ്യണമെന്നല്ലേ? എന്തെങ്കിലും ഒരു എറർ ഈ പറയുന്ന അപ്ഡേഷൻ സമയത്ത് വന്നാൽ ഫുൾ ഫോണിലെ ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും പോയാൽ നിങ്ങൾക്ക് ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫോട്ടോസ് ആയിക്കോട്ടെ, ഫോൺ നമ്പർ ആയിക്കോട്ടെ, ഡാറ്റാസ് ആയിക്കോട്ടെ, ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം പോകും. സോ മേക്ക് ഷുവർ ഈ പറഞ്ഞ ഡിവൈസ് ബാക്കപ്പ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ബാക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐഫോൺ വഴിയാണെങ്കിൽ നേരെ സെറ്റിംഗ്സ് എടുക്കാം. ഏറ്റവും പൊക്കത്തിൽ കാണുന്ന ആപ്പിൽ ടാപ്പ് ചെയ്ത് ഐക്ലൗഡ് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ബാക്കപ്പ് ദിസ് ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്ത് ഡിവൈസിൽ തന്നെ ഓൺ ഡിവൈസ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാം. അല്ല, നിങ്ങളിപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ യൂസ് ചെയ്താണെങ്കിൽ വിൻഡോസിൽ ഐട്യൂൺസ് വെച്ച് ബാക്കപ്പ് ചെയ്യാം. അതിനുശേഷം IPSW ഫയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിൻഡോസിൽ തന്നെ ഐഫോൺ ബാക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് മുമ്പും നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രം നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തും IPSW ഫയൽ യൂസ് ചെയ്ത് ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. സെക്കൻഡ് സ്റ്റെപ്പാണ് ഫ്രീ അപ്പ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിവൈസിൽ കുറേയധികം അൺവാണ്ടഡ് ഫയൽസും കുറേ പഴകിയ ഫോട്ടോസും നമ്മൾ പണ്ടെടുത്ത് വെച്ച ആപ്ലിക്കേഷൻ ഓഫ്ലോഡായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ കുറേ ഡാറ്റാസ് എല്ലാം നമ്മുടെ ഫോണിലുണ്ടാകും. സോ നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ ഡോക്യുമെൻറ്റ്സും ഡാറ്റാസും ഫോട്ടോസും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. അത് ഒന്നെങ്കിൽ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഗൂഗിൾ ഫോട്ടോസോ ഐക്ലൗഡോ യൂസ് ചെയ്ത് ഫോട്ടോസ് എല്ലാം ബാക്കപ്പ് ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഫ്രീ ആക്കാൻ പറ്റും. ഫ്രീ ആക്കുമ്പോൾ മാക്സിമം ഈ പറഞ്ഞ ഡിവൈസ് ഫാസ്റ്റ് ആവാനും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അൺവാണ്ടഡ് ഫയൽസും ഡോക്യുമെൻറ്റ്സും ഡാറ്റാസും ഡിലീറ്റ് ചെയ്ത് കളയുക. മൂന്നാമത്തെ കാര്യമാണ് അപ്ഡേറ്റ് യുവർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ റിമൂവ് ചെയ്തില്ലേ, ഇനി നമുക്ക് ആവശ്യമുള്ള നെസസറി ആപ്ലിക്കേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നേരെ നമ്മുടെ ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിൽ പോവുക. ആപ്പ് സ്റ്റോറിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. കാരണം പുതുതായിട്ട് വരാൻ പോകുന്ന ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുതുതായിട്ട് വരാൻ പോകുന്ന ആ ഒരു iOS എന്ന് പറഞ്ഞ 26 അപ്ഡേഷൻ വരുമ്പോൾ ആ ഒരു അപ്ഡേഷൻ അനുസരിച്ച് നമ്മുടെ ഡിവൈസും അതോടൊപ്പം ആപ്ലിക്കേഷൻസും പെർഫോം ചെയ്യണമെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. സോ എല്ലാ ഡെവലപ്പേഴ്സും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസും അപ്ഡേഷൻസും കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ അപ് ടു ഡേറ്റ് ആണെങ്കിൽ മാത്രം ഈ പറയുന്ന iOS 26ൽ നല്ല രീതിക്കുള്ള പെർഫോമൻസ് ലഭിക്കുകയുള്ളൂ. സോ മേക്ക് ഷുവർ എല്ലാ ആപ്ലിക്കേഷൻസും അപ് ടു ഡേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പാണ് യൂസ് യുവർ വൈഫൈ നോട്ട് യുവർ മൊബൈൽ ഡാറ്റ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ഫോൺ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ വൈഫൈ യൂസ് ചെയ്ത് എല്ലാ ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യുക. അത് വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല, നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് 1.5 GB 2 GB ഒക്കെ ആയിരിക്കും. അല്ല, അൺലിമിറ്റഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാം. സോ എപ്പോഴും ഒരു സ്ട്രെങ്ത് കൂടി അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈഫൈ യൂസ് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ആ ഒരു വൈഫൈ യൂസേജിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള യൂസേജോ അല്ലെങ്കിൽ കറണ്ട് പോവുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ലോഡ് ഷെഡിങ് ഉണ്ടാവും, ചില പെർട്ടിക്കുലർ ടൈമിൽ ലോഡ് ഷെഡിങ്, അത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആ ഒരു ടൈം ചൂസ് ചെയ്യരുത്. അപ്ഡേഷൻ വന്നാലും ഒരു 8-10 മിനിറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താലും കറക്റ്റായിട്ട് ഒരു ബഗ്ഗോ പ്രശ്നമോ ഇല്ലാത്ത ഈ പറയുന്ന അല്ലെങ്കിൽ യാതൊരു ഇൻട്രപ്ഷൻ ഇല്ലാത്ത ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. കാരണം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ പറഞ്ഞ വൈഫൈ കട്ടാവുക, പിന്നെ 5 മിനിറ്റ് പിന്നെയും വരിക. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കണക്ഷൻസ് സ്വിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു എറർ ഈ പറഞ്ഞ ബാക്കപ്പിലോ അപ്ഡേഷനിലോ വന്നാൽ അത് നിങ്ങളുടെ ഫോണിൽ റിഫ്ലക്റ്റ് ചെയ്യും. അഞ്ചാമത്തെ, റിമൂവ് യുവർ ബീറ്റ പ്രൊഫൈൽ എന്ന് പറയുന്നത്.
നിങ്ങളൊരു ബേറ്റ ടെസ്റ്ററിനാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനോടെ ബേറ്റ ഓൺ ആയിരിക്കും. ആ ഒരു ബേറ്റ ഓഫ് ചെയ്യുക. കാരണം ഒഫീഷ്യൽ അപ്ഡേഷൻ വരുമ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല അപ്ഡേഷനും അതോടൊപ്പം ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ ബേറ്റ പ്രൊഫൈൽ ഓഫ് ആയിരിക്കണം. സോ മേക്ക് ഷുവർ ഈ പറയുന്ന ബേറ്റ പ്രൊഫൈൽ ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. സോഫ്റ്റ്വെയറിൽ പോവുക, അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ ജനറൽ നമ്മുടെ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടാവും. സോഫ്റ്റ്വെയറിൻ്റെ തൊട്ട് താഴത്തെ ബേറ്റ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുന്ന ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ ചെയ്യുക. സോ ആ ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ തൊട്ട് പിന്നീട് നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്ന എല്ലാം ഒഫീഷ്യൽ അപ്ഡേറ്റിനായിരിക്കും. ബേറ്റ പ്രൊഫൈലോ ബേറ്റയുടെ ഒരു അപ്ഡേഷനും നിങ്ങളുടെ ഫോണിൽ ലഭിക്കില്ല. ഇനി 6ാമത്തെ സ്റ്റെപ്പാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, റെക്കോർഡ് യുവർ ഡിവൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിവൈസ് ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്. എൻ്റെ ഒരു അപ്ഡേഷന് മുമ്പ് ത്രൂ ഔട്ട് ഈ പറയുന്ന ഫ്രണ്ടും ബാക്കും സൈഡും എല്ലാം ഞാൻ ഈ ഒരു ഡിവൈസിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കും. കാരണം എന്താ പറയുക, എൻ്റെ ഡിവൈസിൽ ഒറ്റ ഡാമേജ് ഇല്ല. ഈ സൈഡിലാണെങ്കിലും ഈ ക്യാമറയുടെ അവിടെ ആണെങ്കിലും താഴത്താണെങ്കിലും ഒറ്റ ഡാമേജ് ഇല്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തുക. അതോടൊപ്പം ഈ പറഞ്ഞ ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കുക. എൻ്റെ ഡിസ്പ്ലേ ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കളറും ഉണ്ട്, പച്ച, മഞ്ഞ, നീല, ചുവപ്പ് എല്ലാ കളറും വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാരണം അപ്ഡേഷൻ ചെയ്യുമ്പോഴും അപ്ഡേഷൻ കഴിഞ്ഞിട്ടും ബിഫോർ ആൻഡ് ആഫ്റ്ററും നിങ്ങൾ ഇതേപോലെ ഷൂട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഇൻ കേസ് ഇതേപോലെ അപ്ഡേറ്റിംഗ് ചെയ്തതിന് ശേഷം ഒരു ഗ്രീനോ ഒരു പർപ്പിളോ മഞ്ഞയോ ഓറഞ്ചോ കളർ നിങ്ങളുടെ ഫോണിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓതറൈസ് സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ പറയാൻ പറ്റുന്നതേ എൻ്റെ ഫോണിൽ ഒരു ഫിസിക്കൽ ഡാമേജും ഇല്ല, യാതൊരു സ്ഥലത്തും വീണിട്ടില്ല, അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഫോൺ അടിച്ചുപോയി. സോ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, എന്ത് നിങ്ങൾ ചെയ്തു തരും എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രൂഫായിട്ട് കൊടുക്കാൻ എപ്പോഴും നമ്മുടെ കയ്യിൽ തെളിവുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്യുക. ഈ പറഞ്ഞ അപ്ഡേഷന് മുമ്പും അതേപോലെ അപ്ഡേറ്റിന് ശേഷവും ഈ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുത്തു വെച്ചാൽ നമുക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഈ പറഞ്ഞ പ്രൂഫ് നമുക്ക് യൂസ്ഫുൾ ആവും. സോ ഈ ഒരു 6 സ്റ്റെപ്പും നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്താ പറയുക ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡിവൈസിൽ ബഗ്ഗേ വരില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളുടെ iOS 26ൻ്റെ ആ ഒരു പെർഫോമൻസും യൂസേജും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആകും. കാരണം ഞാൻ പേഴ്സണലി ഈ ഓരോ സ്റ്റെപ്പുകളും ചെയ്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബഗ്ഗുകളല്ലാതെ വലിയ വലിയ ബഗ്ഗൊന്നും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരനെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അടിപൊളിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yabin Xavier signing from Evika.